നമസ്കാരം. കോട്ടയം അയർക്കുന്നത്തെ ഞെട്ടിച്ച ആത്മഹത്യയിൽ യുവതിയുടെയും മക്കളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മരണകാരണം ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. ജിസ്മോളുടെ കയ്യിലെ ഞരമ്പ് മുറിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ജിസ്മോളുടെ പുറത്തും മുറിവുകളുണ്ട്. മക്കൾ രണ്ടുപേരുടെയും ഉള്ളിൽ അണുനാശിനിയുടെ അംശവും കണ്ടെത്തുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 3 മൃതദേഹവും പാലായിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. സംസ്കാരം പിന്നീട് നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കോട്ടയം RDയുടെ നേതൃത്വത്തിലാണ് ജിസ്മോളുടെയും മക്കളായ നേഹയുടെയും നോറയുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഏകദേശം 4.5 മണിക്കൂറോളം നീണ്ടുനിന്നതായിരുന്നു നടപടി. പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരമനുസരിച്ച് 3 പേരുടെയും ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതാണ് മരണകാരണം. ജിസ്മോളുടെ കയ്യിലെ ഞരമ്പ് മുറിഞ്ഞ നിലയിലായിരുന്നു. ജിസ്മോളുടെ നടുവിന് മുകളിലായി മുറിവേറ്റിട്ടുണ്ട്. മക്കൾ 2 പേരുടെയും ശരീരത്തിൽ അണുനാശിനിയുടെ അംശവും കണ്ടെത്തി. ആറ്റിൽ ചാടുന്നതിന് മുൻപ് ജിസ്മോൾ മക്കൾക്ക് വിഷം നൽകിയിരുന്നതായാണ് ഇന്നലെ തന്നെ വിവരം പുറത്തുവന്നിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചയോടെ പള്ളിക്കുന്ന് കടവിലെത്തി മക്കളുമായി മീനച്ചിലാറ്റിൽ ചാടിയ അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് നേരത്തെ വീട്ടിൽ വെച്ച് കൈത്തണ്ട മുറിച്ചും മക്കൾക്ക് വിഷം നൽകിയും ജീവനൊടുക്കാൻ ശ്രമം നടത്തിയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ വീട്ടുജോലിക്കാരിയെ പറഞ്ഞയച്ച ശേഷമായിരുന്നു ദാരുണ സംഭവം നടന്നത്. ഒടുവിൽ വീട്ടിൽ വെച്ച ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ജിസ്മോൾ 2 മക്കളെയും കൂട്ടി പള്ളിക്കുന്ന് കടവിലെത്തി മീനച്ചിലാറ്റിൽ ചാടി ജീവനൊടുക്കിയതെന്നും പോലീസ് പറഞ്ഞു. ഏറ്റുമാനൂർ നീരുകാട് തൊണ്ണൻമാവുങ്കൽ ജിമിയുടെ ഭാര്യയായ ജിസ്മോൾ തോമസ്, മക്കളായ നോഹ, നോറ എന്നിവരാണ് മീനച്ചിലാറ്റിൽ ചാടി മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. പുഴയിൽ ചൂണ്ടയിടാൻ എത്തിയവരാണ് ഒഴുകിയെത്തുന്ന നിലയിൽ ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടത്. തുടർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കരക്കെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. രാവിലെ വീട്ടിൽ വെച്ച് കൈത്തണ്ട മുറിച്ചും മക്കൾക്ക് വിഷം നൽകിയും ആത്മഹത്യാശ്രമം നടത്തിയ ജിസ്മോൾ ഇത് പരാജയപ്പെട്ടതോടെ സ്കൂട്ടറിലാണ് പള്ളിക്കുന്ന് കടവിലെത്തിയത്. ഇവരുടെ സ്കൂട്ടർ റോഡരികിൽ നിർത്തിയിട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. മുത്തോലി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് ജിസ്മോൾ തോമസ്. ഹൈക്കോടതിയിലും പാലാ കോടതിയിലും അഭിഭാഷകയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ ജിസ്മോളെ അലട്ടിയിരുന്നതായാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും അയർക്കുന്നം പോലീസ് വ്യക്തമാക്കി. മുത്തോലി പഞ്ചായത്ത് മുൻ അംഗമായിരുന്ന ജിസ്മോൾ 2019-20 കാലയളവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ജിസ്മോളുടെ ഭർത്താവിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും പോലീസ് മൊഴിയെടുക്കുകയാണ്. സംഭവത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ബന്ധുക്കളും നാട്ടുകാരും സംഭവത്തിന്റെ ഞെട്ടലാണ്. കുട്ടികൾക്ക് വിഷം നൽകി കയ്യിലെ ഞരമ്പ് മുറിച്ചാണ് പുഴയിൽ ചാടിയത്. ഉച്ചയ്ക്ക് 1 മണിക്ക് മുൻപാണ് പുഴയിൽ ചാടിയിരിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി മറ്റു നടപടികൾ ചെയ്തു വരികയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. രാവിലെ ഭർത്താവിന്റെ അമ്മയ്ക്ക് അർബുദ ചികിത്സയുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ ആശുപത്രിയിൽ പോയിരുന്നു. അവരെത്തുന്നതിന് മുൻപാണ് ആത്മഹത്യ നടന്നത്. കുടുംബപരമായോ വ്യക്തിപരമായോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിഞ്ഞിട്ടില്ല. സ്കൂട്ടറിലാണ് മൂവരും പുഴയുടെ കരിക്കെത്തിയത്.